എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ മാധ്യമപ്രവർത്തകരുമായി സംബന്ധിച്ച് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ് മീറ്റായിരുന്നു എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്നത്. ഇന്ന് നമ്മുടെ അതിഥി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ്. അദ്ദേഹം നമ്മുടെ ജില്ലയുടെ ഉത്തരവാദിത്വം കൂടിയുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഏതാനും ദിവസങ്ങളെയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് ഇവിടെയുള്ള പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം വിദേശങ്ങളിലേക്ക് കണ്ടുനട്ടാണ് +2 തൊട്ടുള്ള വിദ്യാഭ്യാസ കാലയളവിൽ നമ്മുടെ ഭൂരിഭാഗം വരുന്ന യുവതലമുറ വിദ്യാഭ്യാസ മേഖലയിൽ ജീവിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും കോമ്പറ്റീറ്റീവായി ഉയർത്തുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ് മന്ത്രിക്കുള്ളത്. ഒരു യുവതലമുറയുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലടക്കം NSUവിൻ്റെ ഭാരവാഹിയായി ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച അനുഭവ സമ്പത്തും യുവാക്കളുമായിട്ടുള്ള ഒരു ഒത്തുചേരലുമൊക്കെ ആയി ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു മന്ത്രിയാണ് ശ്രീ റോജി എം ജോൺ. അദ്ദേഹത്തെ നമ്മുടെ മീറ്റ് ദി പ്രസിനായി വന്നതിൽ എറണാകുളം പ്രസ് ക്ലബിൻ്റെ സന്തോഷം അറിയിക്കുന്നു. മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം. അത് നമ്മുടെ ജില്ലയിൽ തന്നെ ഈ പ്രസ് ക്ലബിൽ ആയതിൽ വളരെയധികം സന്തോഷം. ഞാൻ അധികം പത്രസമ്മേളനങ്ങൾ നടത്താത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു ഇത്രയും കാലം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനോട് പ്രതികരിക്കുന്ന ഒരു രീതിയാണ്. എന്തായാലും ഇവിടെ പ്രസ് ക്ലബ്ബ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച് അതിൽ ഭാഗമാകുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമേ തന്നെ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളോടുള്ള എറണാകുളം പ്രസ് ക്ലബിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ UDF സർക്കാരിനെ അധികാരത്തിലെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്ന ഒരു ദുരിത ജീവിതത്തിന്, ദുർഭരണത്തിന് അറുതി വരുത്തുവാനായിട്ട്, കേരളത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ആ പ്രതീക്ഷയോടുകൂടി 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഗവൺമെന്റിന് മുമ്പിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട്. തീർച്ചയായിട്ടും ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഒരു ടീമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എന്നെ നേരിട്ട് വിളിച്ച് വകുപ്പ് ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, റോജിക്ക് ഉന്നത ഹയർ എഡ്യൂക്കേഷൻ ആണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ആ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും ഹയർ എഡ്യൂക്കേഷൻ വകുപ്പുമായി അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായും മറ്റ് പല തരത്തിലും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ അല്ലെങ്കിൽ വിവിധ വേദികളിൽ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള, മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖല. ഇവിടെ തുടക്കത്തിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞാൽ വിദേശത്തേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിനുവേണ്ടി കൂടുതൽ താല്പര്യമെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ആരും ഇന്ന സ്ഥലത്ത് പഠിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അതൊക്കെ ഓരോ വ്യക്തിയുടെയും ചോയ്സാണ്. എന്നാൽ കേരളത്തിൽ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഒരു സർക്കാർ എന്ന നിലയിലുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ആ പരിശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. നമുക്ക് നിരവധി കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടി, അത് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടാണ്. കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടി, അത് തീർച്ചയായിട്ടും എത്രയും വേഗം നമ്മളതിന്റെ മോഡാലിറ്റീസ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വലിയ വിവാദങ്ങളുണ്ട്, വലിയ പ്രതിസന്ധിയുണ്ട്. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉൾപ്പെടെ സാരമായി ബാധിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കേണ്ട സമയമായി വരുന്നു. എന്നാൽ സംസ്ഥാനത്ത് കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നടപടികളെല്ലാം
സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിലും CBSEയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇപ്പോൾ പല മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ വലിയ ആശങ്കയിലാണ്. അവരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവരുടെ റീവാലുവേഷൻ കഴിഞ്ഞാൽ അവരുടെ മാർക്കുകൾ എങ്ങനെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് എങ്ങനെ പ്രസിദ്ധീകരിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ആശങ്കകൾ പരിഹരിച്ച് ഏറ്റവും സുഗമമായി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ സജ്ജമായി നിൽക്കുകയാണ്. പക്ഷെ CBSEയുടെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിന്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതത്വം അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടായിരിക്കുന്ന വലിയ ആശങ്ക അത് പരിഹരിക്കാനുള്ള നടപടി എത്രയും വേഗം CBSEയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ജില്ലയുടെ ചുമതല കൂടിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായി നമ്മുടെ ജില്ലയിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ജില്ലയുടെ പ്രാധാന്യവും ജില്ലയുടെ പ്രശ്നങ്ങളും വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഒരു UDF സംവിധാനവും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുമുണ്ട്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 14-ൽ 14 സീറ്റുകളും വിജയിച്ചുകൊണ്ട് എറണാകുളത്ത് സമ്പൂർണമായ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എറണാകുളത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഗവൺമെന്റിന് പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഈ നാടിന്റെ ആവശ്യമാണ്. അതുമായി മുന്നോട്ട് പോകുവാനും സർക്കാർ വരും ദിവസങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഗവർണറുമായിട്ട് ഏറ്റുമുട്ടലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ ഏറ്റുമുട്ടാനായി എന്നാണ്. അപ്പോ ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന, നമ്മുടെ തലമുറയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ നമ്മൾ കാണേണ്ടത്, നമുക്ക് ആശയപരമായിട്ട് നമ്മുടെ കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ നമ്മൾ യാതൊരു തരത്തിലുമുള്ള വെള്ളം ചേർക്കലിന് തയ്യാറല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റ്യൂട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നിയമപരമായിട്ടുള്ള ബാധ്യതകൾ, കമ്പൽഷൻസ് നമുക്കറിയാം. ഇപ്പോ സർവകലാശാലകളുടെയൊക്കെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. അപ്പൊ ആ ചാൻസലർക്ക് കുറെ അധികാരങ്ങൾ സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായി നിയമപരമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിലേക്ക് കടത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന് നമ്മൾക്ക് സാധ്യമായ തരത്തിലുള്ള പ്രതിരോധം നമ്മൾ തീർക്കും. അപ്പോ അതിന്റെ അർത്ഥം നമ്മൾ ഇത് ഗവർണറുമായി ഒരു യുദ്ധത്തിലായി അല്ലെങ്കിൽ ഒരു ഗവർണർ സർക്കാർ പോരെ എന്ന നിലയിൽ കൊണ്ടുപോയി അതിന്റെ പ്രയാസം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവാത്ത തരത്തിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. അപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിദ്യാർത്ഥികള്, നമ്മുടെ സ്ഥാപനങ്ങൾ അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ അതിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ആശയങ്ങളിലും നിലപാടുകളിലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇത് സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടന്ന ഒരു കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്ന ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു പട്ടിക നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു സാവകാശമോ ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെയാണ് അത്തരത്തിലൊരു നിയമനം നടന്നിട്ടുള്ളത്. കാരണം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഒരു വൈസ് ചാൻസലർ റിട്ടയർ ചെയ്താൽ അവിടെ തൽക്കാലം ഒരാൾക്ക് ചുമതല കൊടുക്കാനുള്ള അധികാരം ചാൻസലറിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ആ അപ്പോയിന്റ്മെന്റ് നടത്തിയത്. അത് സർക്കാരുമായിട്ട് അത്തരത്തില് ഒരു ലിസ്റ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുള്ള ഒരു സാവകാശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ഞാൻ പറഞ്ഞത്, ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ, ആ സർക്കാരിനാണ് ജനങ്ങളോട് ബാധ്യസ്ഥത ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതും ആ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയപരിപാടികളുമായി ആണ് ഒരു സ്റ്റേറ്റ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിന് സുഗമമായിട്ടുള്ള ഒരു സംവിധാനവും സഹകരണവും ഒക്കെയാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്. അതാണ് നമ്മുടെ നിലപാട്. അത് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അത്തരത്തിൽ തന്നെ, ഞാൻ പറഞ്ഞ ആ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് ഗവർണറുടെ അധികാര പരിധിയിൽ, ചാൻസലറുടെ അധികാര പരിധിയിൽ ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോഴോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഓരോ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ കടന്നു വരാൻ പാടില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഇത് ഓരോ ആളുകൾ മാറി മാറി വരുന്നതിനനുസരിച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് സർവകലാശാലകളെ പ്രത്യേകിച്ച് അക്കാദമിക മേഖലകളിലേക്കൊക്കെ രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവരുമ്പോൾ
അതിൽ സഫർ ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്, അതിൽ സഫർ ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ നിലവാരം താഴോട്ട് പോകുന്നതും നമ്മുടെ സ്ഥാപനങ്ങളിൽ താല്പര്യമില്ലാതെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ പരിഗണനകൾ മാറ്റിവെച്ചുകൊണ്ട് ക്വാളിറ്റി ഉറപ്പുവരുത്തി, ഗുണനിലവാരം ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുവാൻ, അത് ഏത് നിയമനങ്ങളിലായാലും, അത് താഴത്തെ ഏറ്റവും താഴെ അധ്യാപകൻ മുതൽ വൈസ് ചാൻസലർ വരെയുള്ള നിയമനങ്ങളിൽ ആ ക്വാളിറ്റി എൻഷുർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അത്ര ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഗവർണറുമായിട്ട് നമ്മൾ വരുന്ന ആളുകളിൽ നമ്മൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളെ സംബന്ധിച്ച് കൃത്യമായ ആശയവിനിമയങ്ങൾ നടത്തി നമുക്ക് ഈ ക്വാളിറ്റി ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാനുള്ള നടപടികളുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർത്തുന്നതിനോട് ഗവൺമെന്റിന് ഒരു യോജിപ്പുമില്ല. അത് ഗവർണർ ആയാലും ശരി, അത് മറ്റാരായാലും ശരി, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്തുന്നതിനോടോ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടുവരുന്നതിനോടോ അത് കുത്തിനിറയ്ക്കാനുള്ള ശ്രമത്തോട് സർക്കാരിന് യാതൊരു തരത്തിലുമുള്ള യോജിപ്പില്ല. അത് നമുക്ക് നിയമപരമായി നമ്മുടെ സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇതിന്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ, ഇതിന്റെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോ സെനറ്റിന്റെ നിയമനം ഉൾപ്പെടെ ചാൻസലറാണ് ചെയ്തിരിക്കുന്നത്. അത് ഗവൺമെന്റിന് അതിനകത്ത് ഗവൺമെന്റുമായിട്ടുള്ള കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ലിസ്റ്റോ ഒന്നും അതിലുണ്ടായിട്ടില്ല. ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഇപ്പൊ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇപ്പൊ ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ മുന്നോട്ട് പോകും. ഈ പറഞ്ഞതുപോലെ സ്റ്റാറ്റ്യൂട്ടിൽ ചില കാര്യങ്ങൾ ചാൻസലറുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോ അത് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം. നിയമപരമായിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഇത് സർവകലാശാലകളും സ്റ്റാറ്റ്യൂട്ടുകളും അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ചാൻസലർ അതായത് ഗവർണർ ചാൻസലർ സ്ഥാനത്തുനിന്ന് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിട്ടുള്ള നിയമം വരെ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തില് ഞങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് അനുകൂലിച്ചുകൊണ്ട് ഏകാണ്ടമായിട്ടാണ് ആ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അത് ഇതുവരെ നമുക്ക് അതിന് അനുമതി കിട്ടിയിട്ടില്ല. ഇപ്പൊ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പോ ആ നിലവില് ഈ ചാൻസലറായിട്ട് ഗവർണർ തന്നെ തുടരുകയാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിനോട് നമ്മൾ ഒരു തരത്തിലും നമ്മൾ യോജിക്കുന്നില്ല. അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അറിയിക്കാനുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ സർക്കാരിന്റെ യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ നമ്മൾ അത് ബന്ധപ്പെട്ട തലങ്ങളിൽ നമ്മൾ കൃത്യമായി അറിയിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഗവർണറുമായിട്ട് ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ തർക്കമോ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് സർവകലാശാലകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. അത് ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിലില്ല. നമുക്ക് അഭിപ്രായങ്ങളുള്ളത് നമ്മൾ അഭിപ്രായങ്ങൾ പറയും, അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് പറയും, എതിർപ്പുള്ളത് നമ്മൾ എതിർപ്പായിട്ട് തന്നെ നമ്മൾ പറയും. അതിന്റെ അർത്ഥം അത് ഏറ്റുമുട്ടൽ എന്നല്ല. നമ്മൾ അഭിപ്രായങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ പറയും. നമുക്ക് വിയോജിപ്പുള്ളത് നമ്മൾ വിയോജിപ്പായിട്ട് തന്നെ പറയും. അതിനെ നിങ്ങൾ ഒരു ഏറ്റുമുട്ടൽ പോരെന്നുള്ള നിലയിലേക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോകണ്ട, അതിന് സമയമാകുമ്പോൾ പറയാം. നമുക്ക് നിലവിലെ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. നമ്മുടെ സ്ഥാപനങ്ങളിൽ പലതിലും ഇപ്പൊ കുട്ടികൾ പഠിക്കാനില്ല. ഇപ്പൊ പല കോളേജുകളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ കൺവെൻഷണൽ കോഴ്സുകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളില്ലാത്ത പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള കോർ സബ്ജക്ട്സിലൊക്കെ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികളില്ലാതെ ക്ലാസ്സുകൾ ഒഴിഞ്ഞുകിടക്കാണ്. പല സ്ഥലത്തും അധ്യാപകർ എക്സസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ആവശ്യത്തിനുള്ള വിദ്യാർത്ഥികൾ പല കോളേജുകളിലും വരാത്തതുകൊണ്ട് അധ്യാപകർ ഉൾപ്പെടെ എക്സസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ സാധ്യമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ UDF പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് തന്നെ വെറുതെ പറഞ്ഞതല്ല. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നമ്മൾ കൃത്യമായി ഒരു ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് തന്നെ നടത്തി. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ വിളിച്ചു ചേർത്ത്, വിദഗ്ധന്മാരെയൊക്കെ വിളിച്ചു ചേർത്ത് വിപുലമായ ഒരു കോൺക്ലേവ് നടത്തിയിട്ടാണ് നമ്മൾ കുറേയധികം കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മൾ പറയുകയും ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ മാനിഫെസ്റ്റോയുടെ ഭാഗമായി വരികയും ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകും. ചില പ്രഖ്യാപനങ്ങൾ ഈ വരുന്ന ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഉണ്ടാവും. ബഡ്ജറ്റിൽ വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ മുൻകൂട്ടി പറയുന്നില്ല. അത് നിങ്ങൾക്ക് ബഡ്ജറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി FIUGP നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. FIUGP നടപ്പിലാക്കിയപ്പോൾ അതിന് യാതൊരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ കൂടാതെയാണ് FIUGP നടപ്പിലാക്കിയത്. അതിന്റെ പ്രയാസങ്ങള് വിദ്യാർത്ഥികളും അതുപോലെ സ്ഥാപനങ്ങളും അധ്യാപകരും എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം FIUGPയുടെ സമഗ്രമായ ഒരു പരിശോധന, അതിന്റെ ഒരു റിവിഷൻ, അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി എന്തൊക്കെ പരിഷ്കരണങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാനായിട്ട് നമ്മളൊരു ടീമിനെ നിയോഗിക്കുകയാണ്. അവിടെ ആ ടീം നിയോഗിച്ച് നമുക്ക് ലഭിക്കുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ FIUGP നമ്മൾ പരിഷ്കരിക്കും. അതുപോലെ തന്നെ നമുക്ക് സിലബസിന്റെ കാര്യത്തിലായാലും കോഴ്സുകളുടെ കാര്യത്തിലായാലും ഒക്കെ നൂതനമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മന്ത്രിയെ വന്നതിന് ശേഷം നമുക്ക് നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പുതിയ കോഴ്സുകൾ തുടങ്ങാനായിട്ട് ഉള്ള അനുമതിക്കായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് പരിശോധിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കോഴ്സുകളാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സുകളാണ്. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സുകൾക്ക് യാതൊരു തടസ്സവും കൂടാതെ എത്രയും വേഗം അത് അനുവദിച്ച് അത് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തുറന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനോടകം തന്നെ എന്താ പറയുക, കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ തന്നെ നിരവധി കോളേജുകൾക്ക് നിരവധിയായിട്ടുള്ള പുതിയ കോഴ്സുകൾ തുടങ്ങാനുള്ള അനുമതി, അതിനുള്ള സൗകര്യം നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഇനിയും മുന്നോട്ട് മറ്റ് സ്ഥാപനങ്ങൾക്കായാലും അത്തരത്തിൽ വരുമ്പോൾ ഒരു തുറന്ന സമീപനമായിരിക്കും ഉണ്ടാവുക. മാനദണ്ഡങ്ങളൊക്കെ പാലിക്കണം. അതിന്റെ അർത്ഥം നമ്മൾ വരുന്ന ആളുകൾക്ക് എന്തും കൊടുക്കുന്നല്ല. അതിന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡങ്ങളുണ്ട്, നമ്മുടെ ACTയുടെയും UGCയുടെയും ഒക്കെ ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വരുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ കോഴ്സ് കൊടുക്കാനുള്ള അനുമതി നമ്മൾ നൽകുകയാണ്. അപ്പൊ അങ്ങനെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. നമുക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് നമ്മൾ നിരവധി കോളേജുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജില്ലയിൽ ഏതോ ഉണ്ടെന്നുള്ള എനിക്കിപ്പോ ലിസ്റ്റ് ചെക്ക് ചെയ്യാതെ പറയാൻ കഴിയും. നമുക്ക് വിദേശ സർവകലാശാലയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായാലും ഇതൊക്കെ നയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ നിയമസഭയിൽ ഡിസ്കസ് ചെയ്യുകയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബില്ല് വന്നപ്പോൾ നമ്മൾ ഉൾപ്പെടെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് നമുക്ക് അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ഇൻ പ്രിൻസിപ്പൽ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ നമ്മൾ എഗ്രി ചെയ്യുകയും ബില്ലിലെ ചില ക്ലോസുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് അന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അത് നമ്മൾ അനുകൂലമായിട്ടുള്ള നിലപാടാണിത്. വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ നയപരമായ തീരുമാനമാണ്. പക്ഷേ നമ്മൾ തുറന്ന മനസ്സാണ് അതിനുള്ളത്. UDF അതുമായി അത് ചർച്ച ചെയ്ത് അതിനകത്തൊരു തീരുമാനം ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെ സംബന്ധിച്ചും തുറന്ന സമീപനമാണ്. കാരണം നമുക്കിന്ന് നമ്മളൊരു എന്താ പറയുന്ന ഒരു ഗ്ലോബൽ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാതെ, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലോക പ്രക്രിയയിൽ നമ്മൾ പുറകോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പൊതുവായിട്ടുള്ള സമീപനം. സംവരണ തത്വങ്ങളൊക്കെ പാലിക്കപ്പെടണമല്ലോ. അത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളാണ്. അത് മാത്രവുമല്ല, നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഏതൊരു മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും അവിടെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം, പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ബില്ലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നമ്മൾ തയ്യാറാക്കും. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരുമായിട്ട് ചർച്ച നടത്താമെന്നും ഈ എതിർകക്ഷിയായിട്ടുള്ള ശങ്കരൻ നായരുടെ കുടുംബവുമായിട്ട് സംസാരിച്ച് ഇത് കോടതിക്ക് പുറത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. സെറ്റിൽമെന്റ് എന്താണ്, വ്യവസ്ഥ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ള ചർച്ചകൾ നമ്മൾ നടത്തുന്നു. നമ്മൾ ഇരു കൂട്ടരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ സെറ്റിൽമെന്റിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കും എന്നുള്ളതാണ്. ആ ശ്രമം തന്നെയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെയും അവരുമായിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം നമ്മൾ ഇരു കൂട്ടരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ ഇതിനകത്ത് അന്തിമ തീരുമാനം ഉണ്ടായി എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരെ പുനരധിവസിക്കാൻ ആവശ്യമായി വന്നാൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ 100% തയ്യാറാണ് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ കാര്യം നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. നമ്മൾ അവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കാരണവശാലും പാലിയത്തുകാവിലെ ആ കുടുംബങ്ങളെ പെരുവഴിയിലാക്കാനായിട്ട് സർക്കാർ തയ്യാറാവില്ല. ഇതിനു മുമ്പ് വർഷങ്ങളായി നടക്കുന്ന ഒരു കേസാണ്. ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റും അത്തരത്തിലൊരു നിലപാട് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലോ ഇത് കോടതിക്ക് പുറത്തു വെച്ച് ഇതിനൊരു തീരുമാനം, ഒരു തീർപ്പുണ്ടാക്കാനോ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനോ ഒന്നും ഇതിനു മുമ്പുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ ദിവസം ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ദിവസം ഉയർന്നു വന്ന ഒരു പ്രശ്നത്തിൽ തന്നെ ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഈ ചർച്ചകൾ നടത്താനായിട്ട് എന്നെ ചുമതലപ്പെടുത്തി. ഞങ്ങൾ അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള പുരോഗതിയുണ്ട്. അത്
നമുക്ക് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് 2-ാം ദിവസം അടിച്ചു എന്നുള്ളതല്ല, അത് എത്രയോ തവണ 14 തവണ അവിടെ പോലീസ് ഇവരെ അഡ്വക്കേറ്റ് കമ്മീഷനുമായിട്ട് ഇവരെ ഒഴിപ്പിക്കാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. 14 തവണ പോയിട്ടുണ്ട്. അപ്പോ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് UDF ഗവൺമെന്റ് വന്നതിന് ശേഷം പോയത് 15ാമത്തെ തവണയാണ്. അപ്പോ ഇത് ആദ്യമായിട്ടല്ല പോലീസ് അവിടെ പോകുന്നത്. അതിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. നമ്മള് ഇപ്പൊ പല കോളേജുകളിലും നമ്മൾ പരിശോധിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 കണക്കിന് അധ്യാപകരുടെ എക്സസ് നമ്മുടെ സ്റ്റേറ്റ് വൈഡ് പരിശോധിക്കുമ്പോൾ ഉണ്ട്. അപ്പൊ നമുക്ക് അധ്യാപകരെ നമുക്ക് വിദ്യാർത്ഥികൾ പഠിക്കാനില്ലാതെ അല്ലെങ്കിൽ കോളേജുകളിൽ വെറുതെ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള 2-3 മാർഗങ്ങളാണ്. ഒന്ന്, ഇവരെ എങ്ങനെ നമുക്കിപ്പോ ചില സ്ഥലങ്ങളിൽ ഡിമാൻഡ് ഉണ്ട്. ഉദാഹരണത്തിന് ചില ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണെങ്കിൽ ഇപ്പോൾ കൊമേഴ്സിന് നല്ല രീതിയിലുള്ള ഡിമാൻഡ് നിലവിലുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വരുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന കോളേജുകളും ഒക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ ഇവരെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, ഈ അധ്യാപകരെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന ഉണ്ടാവും. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് കൊണ്ടുവരാൻ, പുതിയ കോഴ്സുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. എന്തായാലും നമുക്ക് അധ്യാപകരെ വെറുതെ നിർത്തിക്കൊണ്ട് നമുക്ക് വിദ്യാർത്ഥികളില്ലാതെ നമുക്ക് കോളേജുകൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ അവരെ കൂടുതൽ നമ്മൾ അധ്യാപക സംഘടനകളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ നമുക്ക് അവരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സേവനം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടത്തി അതിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്തും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവരെ സംബന്ധിച്ച് നമുക്ക് അധ്യാപകരും അധ്യാപക സംഘടനകളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നമുക്കൊരു സമവായം ഉണ്ടാക്കിയേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ല, അത് സർക്കാർ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പദ്ധതി നടത്തുമ്പോൾ, ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അത് എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും എന്ന തരത്തില് അത് വിഭാവനം ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അത് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനകത്ത് എന്ത് മോഡിഫിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ എന്ത് നടപടികളാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടി എടുക്കും. നമ്മുടെ വകുപ്പിന് കീഴിൽ വരുന്നതല്ല, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് കീഴിൽ വരുന്നതാണ്, ആരോഗ്യ വകുപ്പിന് കീഴിൽ വരുന്ന കാര്യമാണ്. താങ്കൾ പറഞ്ഞത് പക്ഷേ 100% ശരിയാണ്. നമുക്ക് ഇവിടെ ആവശ്യത്തിന് സീറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പലരും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ പോയി പഠിക്കാനായിട്ട് നിർബന്ധിതമാവുകയാണ്. പ്രത്യേകിച്ച് നഴ്സിംഗിനും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഒക്കെ നിരവധി വിദ്യാർത്ഥികളാണ് അവിടെ പോയി പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ സമീപനം. നമുക്ക് കൂടുതൽ പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ നമുക്ക് എങ്ങനെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. സ്വകാര്യ മേഖലയിൽ, ഇപ്പൊ എയ്ഡഡ് മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ഒക്കെ നിരവധി സ്ഥാപനങ്ങൾ അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ബാച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് മുൻകാലങ്ങളിലൊക്കെ സർക്കാരിനെ സമീപിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു പൂർണ്ണമായിട്ടും അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. എന്തായാലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ പഠിക്കാവുന്ന തരത്തിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാവണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. അതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകും. ഇപ്പൊ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ്. സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ഒരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ എറണാകുളം, ഒരുപക്ഷെ അങ്കമാലി തുടങ്ങി, നമ്മുടെ ദേശീയപാത പരിശോധിച്ചാൽ അങ്കമാലി തുടങ്ങി മാരുടെ കുണ്ടന്നൂർ വരെ ഒരു ഒറ്റ ടൗണായി മാറിക്കൊണ്ടിരിക്കുന്ന, കൊച്ചി ഒരു ഒറ്റ ടൗണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കുണ്ട്. അങ്കമാലിയിലുണ്ട്, ആലുവയിലുണ്ട്, കളമശ്ശേരിയിലുണ്ട്, ഇടപ്പള്ളിയിലുണ്ട്. നമുക്ക് എറണാകുളം ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കാത്ത തരത്തില് വലിയ ഗതാഗത പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇതിന് കുറെ മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരും. നമ്മളൊക്കെ വർഷങ്ങളായി പറയുന്നതാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമാവണമെന്നുള്ളത്. എത്രയോ വർഷങ്ങളായി അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ട് അതിന്റെ ഒടുവിൽ 1 സെന്റ് ഭൂമി പോലും ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സാധിച്ചിരുന്നില്ല. അതിന്റെ നോട്ടിഫിക്കേഷൻ പോലും റദ്ദായിപ്പോയി. അപ്പോ നമുക്ക് അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നമ്മളിപ്പോ 8 വരിയാക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഈ ദേശീയപാതയിൽ ഉൾപ്പെടെ ഇപ്പൊ നമ്മുടെ ഈ ഇടപ്പള്ളിയിലൊക്കെ ഉൾപ്പെടെയുള്ള ഈ ഗതാഗതത്തിന് അല്ലെങ്കിൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളും അനുഭവിക്കുന്ന ഒരു ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെയൊക്കെ പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നമ്മുടെ പ്രയോറിറ്റിയിൽ ജില്ലയുടെ ഏറ്റവും മുൻഗണനയിലുള്ള ഒരു പദ്ധതിയാണത്. അതുപോലെ തന്നെയാണ് അതോടൊപ്പം മെട്രോയുടെ എക്സ്റ്റൻഷനും. നമ്മൾ മെട്രോ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത്
ആരംഭിച്ച് വളരെ സമയബന്ധിതമായി നമ്മളതുമായി മുന്നോട്ട് പോയി. പക്ഷേ കഴിഞ്ഞ 10 വർഷം മെട്രോയുടെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ ആയിട്ടുള്ള വികസനം അത് അതേ സ്പീഡിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് മെട്രോ വിഭാവനം ചെയ്ത സമയം മുതലുള്ളതാണ് അതിന്റെ സെക്കൻഡ് സ്റ്റേജും സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ അന്ന് മുതൽ തന്നെ മെട്രോയുടെ പദ്ധതിയിലുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞ 10 വർഷമായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ തേർഡ് ഫേസ് കൊച്ചി എയർപോർട്ട് അങ്കമാലി അതിന്റെ DPR തയ്യാറാക്കുന്ന നടപടികൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം അതിന്റെ DPR പൂർത്തിയാക്കി നമുക്ക് ഈ സർക്കാർ അതെ KMRന്റെ ഏജൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ DPR തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ അത് എത്രയും വേഗം പൂർത്തിയാക്കി നമുക്ക് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ മെട്രോ തേർഡ് ഫേസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 6 വർഷത്തോളമായി ഗിഫ്റ്റ് സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. സർക്കാർ നോട്ടിഫിക്കേഷനൊക്കെ ഇറക്കി അവിടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. പക്ഷേ 1 സെന്റ് ഭൂമി ഏറ്റെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഏതാണ്ട് 3-4 വർഷത്തോളം 3 വർഷത്തിലധികം കേന്ദ്ര സർക്കാരിന്റെ അനുമതി അന്ന് ഉണ്ടായിരുന്നു. ആ കേന്ദ്ര സർക്കാർ അനുമതി ഉണ്ടായിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അതിന്റെ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് പൂർത്തീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും ഇല്ല. അപ്പോ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പൊ അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് സിറ്റി പദ്ധതി ഉൾപ്പെടെ അതിന് അനുമതി ലഭിക്കണമെന്നും അത് യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കേന്ദ്ര സർക്കാരിന്റെ അനുമതി എത്രയും വേഗം ലഭ്യമാക്കി ഇത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമം ഉണ്ടാകും. കാരണം നമ്മുടെ ഇപ്പോൾ ഇൻഫോ പാർക്ക് വന്നതുപോലെ വലിയ തോതിൽ നമ്മുടെ ജില്ലയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ആ മേഖലയ്ക്ക് തന്നെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഗിഫ്റ്റ് സിറ്റി. അത് യാഥാർത്ഥ്യമാക്കിയാൽ നമ്മുടെ ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ മേഖലയ്ക്കും വലിയ ബൂസ്റ്റ് നൽകുന്ന ഒരു പദ്ധതിയായിരിക്കും. നമുക്കറിയാം മിനിസ്റ്റർ റോജി തുടക്കത്തിൽ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരെ കാണുന്നതിൽ വളരെ ചുരുക്കം അവസരങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് ശ്രീ റോജി എം ജോൺ. ആലക്കോട് പോലുള്ള ഒരു കുടിയേറ്റ മേഖലയിൽ ജനിക്കുകയും വളരുകയും ഡൽഹി പോലുള്ള മഹാവലിയ സിറ്റിയിൽ ജീവിക്കുകയും ഒടുവിൽ കേരളത്തിലെ ഏറ്റവും വലിയ വാണിജ്യ തലസ്ഥാനത്തിൻ്റെ ഒരു ചുമതലക്കാരനാവുകയൊക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ ഒരു മനുഷ്യൻ്റെ നമ്മളെ നേട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിനെ അളക്കാൻ പറ്റുന്ന വലിയൊരു അളവുകോലാണ് റോജിയുടെ ജീവിതം. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിലും പാർലമെന്ററി രംഗത്തൊക്കെ ഇനി ഈ മനുഷ്യന് വലിയ വളക്കൂറുള്ള സാധ്യതകളുണ്ട് എന്ന് ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് എറണാകുളം പ്രസ് ക്ലബിൻ്റെയും കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ വലിയ പ്രസ് ക്ലബ്ബുകളൊക്കെ വലിയ മാധ്യമ സംഘങ്ങളെയൊക്കെ ഇതുപോലെ വളരെ നയപരമായി ചിരിച്ചുകൊണ്ട് നേരിടാൻ റോജിക്ക് സാധിക്കട്ടെ. ഇനിയും പ്രസ് ക്ലബിൻ്റെ പരിപാടികളൊക്കെ വരണം. നമുക്കൊപ്പം തന്നെയുള്ള ഒരാളെന്ന നിലയിൽ, അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്കമാലിയിൽ വീണ്ടും ജയിച്ചു വന്നപ്പോൾ ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന പത്രം എഴുതിയത് ഇനി അങ്കമാലിക്കാർക്ക് നവറോജി എന്നാണ്. അപ്പോൾ അതൊരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ പുള്ളി മന്ത്രി എന്ന നിലയിൽ ആ ഒരു നവഭാവുകത്വം അങ്കമാലിക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. അത് അങ്കമാലിക്ക് മാത്രമല്ല എറണാകുളം നമ്മുടെ ഈ മാധ്യമ സമൂഹത്തിനും റോജി എം ജോൺ എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഏത് സമയത്തും എറണാകുളം പ്രസ് ക്ലബിൻ്റെ പരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് കൃത്യസമയത്ത് തന്നെ ഇത് ക്ഷണിച്ചപ്പം പ്രത്യേകിച്ച് ഒരു വിമുഖതയും കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ റോജി എം ജോണിന് എറണാകുളം പ്രസ് ക്ലബിൻ്റെ ഈ കമ്മിറ്റിയുടെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഒരു ചെറിയ ഒരു ഉപഹാരമുണ്ട്, അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിക്കുന്നു, ഒപ്പം ചെറിയൊരു ഉപഹാരവും ഏറ്റുവാങ്ങണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു.